നമസ്കാരം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഞാൻ ശിൽപ ആൻഡ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഷിലു ടോക്സ്. എൻ്റെ ഈ ദീപാവലി ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം യൂസ് ചെയ്യുന്നത് ഏർബൻ ബൊട്ടാനിക്സിൻ്റെ റോസ് വാട്ടറാണ്. ഇതൊരു നല്ല ടോണറാണ് കേട്ടോ. ഇത് നമ്മളെ സ്കിന്നിലെ പോഴ്സിനൊക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനൊരു ഫ്രഷ് ഫീൽ കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രജീനൻ്റെ ഹൈഡ്രോബൂസ് വാട്ടർ ജെല്ലാണ്. ഇതൊരു മോയ്സ്ചറൈസറാണ്. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. അപ്പം ഒരു ഓയിലി സ്കിന്നൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇതേപോലത്തെ വാട്ടർ ജെൽ കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസേഴ്സൊക്കെ വളരെ നന്നായിട്ട് സൂട്ട് ചെയ്യും. ഇത് ഈറ്റ്യൂഡ് ഹൗസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലുണ്ട്, മറ്റേ സൈഡിൽ ഒരു ഐബ്രോ ബ്രഷ് ഉണ്ട്. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. ആദ്യം നമ്മൾ ഐബ്രോസ് മേലേക്ക് ബ്രഷ് ചെയ്യുക ഇത് വെച്ചിട്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇത് മുകളിലേക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പെൻസിൽ സൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ബോർഡേഴ്സ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോസിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ വല്ലാതെ ഡാർക്കായിട്ട് എഴുതരുത്, അല്ലെങ്കിൽ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. താഴെ നമ്മൾ ആ ബോർഡർ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഐബ്രോസ് താഴേക്ക് ബ്രഷ് ചെയ്യുക, എന്നിട്ട് മോൾ ഭാഗത്തുള്ള ആ ബോർഡറും കൂടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനിയിപ്പം ഐബ്രോയിലെ ഗ്യാപ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ മേബിലിൻ്റെ ഫാഷൻ ബ്രോ ഡുവോ ഷേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കാണിച്ച മാതിരി ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു സ്പോഞ്ച് ആപ്ലിക്കേറ്റർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ആ ക്യാപ്പിൻ്റെ ഉള്ളിൽ പിഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഐബ്രോയിലുള്ള ഗ്യാപ്സ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. കണ്ണിൻ്റെ ചുറ്റുള്ള ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെഫോറേൻ്റെ കൺസീലറാണ്. ഇത് ടോട്ടലി ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു എമൗണ്ട് ഈ കൺസീലർ എടുക്കുക, എന്നിട്ട് വിരലുകൊണ്ട് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ എവിടെയാണോ ഡാർക്ക് സർക്കിൾസ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഓൾ സെറ്റ് ഗോ ട്രാൻസ്ലൂസൻ പൗഡറാണ്. ഇത് പൗഡർ ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ വരേൻ്റെ എവിടെയൊക്കെ ഈ കൺസീലർ ഇരുന്നിട്ട് അതാകെ ക്രീസ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ പ്രെപ്ലസ് പ്രൈം നാച്ചുറൽ റേഡിയൻസ് പ്രൈമറാണ്. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരുന്ന ടൈപ്പ് ഒരു പ്രോഡക്റ്റാണ്, ഒരു പ്രൈമറാണിത്. യൂഷ്വലി നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് നമ്മളെ മുഖത്തുള്ള എന്തെങ്കിലും ഫൈൻ ലൈൻസ്, പോസ്, പിന്നെ ചെറിയ ചെറിയ പാടുകൾ, ഇതിനെയൊക്കെ ഒന്ന് ഈവൺ ഔട്ട് ചെയ്തിട്ട് നമ്മളെ സ്കിന്നിന് ഒരു സ്മൂത്ത് സർഫസ്, മേക്കപ്പിന് വേണ്ടിയിട്ട് ഒരു സ്മൂത്ത് സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ പ്രൈമറാണ്. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മളത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണോ ഏറ്റവും കൂടുതൽ ഓയിലി ആയിട്ട് വരാറ് അവിടെയാണ് നമ്മൾ കൂടുതലും ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഐ മേക്കപ്പിന് ഞാൻ ഹിലറി റോഡ ഐ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ കാണിക്കുന്ന ഈ ഒരു ബ്രൗണിഷ് പീച്ചി ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഫ്ലാറ്റ് ഐ ഷാഡോ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഐലിഡ്സിൻ്റെ മേലെ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ എഡ്ജസ് എപ്പോഴും നല്ലോണം ബ്ലെൻഡ് ചെയ്തിരിക്കണം. അതിന് എഡ്ജസ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ഐ ഷാഡോ ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് എഡ്ജസ് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഐ ലുക്കിന് ഒരു ഫെസ്റ്റീവ് ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ്. ഐ ഷാഡോ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ബെറ്റർ കളർ ഇതിന് തരുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇന്ന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഐവറിയാണ്. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫേസിൻ്റെ സെൻറ്ററിന് പുറത്തേക്കാണ് ഈ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യേണ്ടത്. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറാണ്. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് മേബിലിൻ്റെ ഫിറ്റ് മീ കളക്ഷനിലുള്ള ഒരു കൺസീലർ, അതായത് ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കൺസീലർ, ലൈറ്റ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ലൈറ്റ് ഷെയ്ഡിലുള്ള കൺസീലർ എടുത്തിട്ട് മുഖത്തിൻ്റെ ഹൈ പോയിൻറ്റ്സിൽ അപ്ലൈ ചെയ്യണം. അതായത് എവിടെയൊക്കെയാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ടത് ആ ഏരിയയിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ ബേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അതായത് ഫൗണ്ടേഷനും കൺസീലറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മേബലിൻ്റെ ഫിറ്റ് മീ ലൂസ് സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് കണ്ണിൻ്റെ താഴ്ഭാഗത്താണ്, കാരണം അവിടെയാണ് ഏറ്റവും വേഗത്തിൽ ക്രീസ് ചെയ്യാൻ സാധ്യത. അപ്പം ഒരു ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ആദ്യം കണ്ണിൻ്റെ താഴെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വലിയ ഫേസ് ബ്രഷ് എടുത്തിട്ട് ഫേസിൽ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അധികം നേരം മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ക്രീസ് ചെയ്ത് പോവില്ല, പിന്നെ അതൊന്ന് സെറ്റാക്കാൻ, അതായത് നമ്മൾ ഇട്ട മേക്കപ്പിനൊന്ന് ലോക്ക് ചെയ്യുകയാണ് നമ്മൾ ഈ സെറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സെറ്റിംഗ് പൗഡർ നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മൾ അവിടെയും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിരുന്നു. സോ കഴുത്തിലും കൂടെ കുറച്ച് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഐലിഡിൻ്റെ മുകളിൽ യൂസ് ചെയ്ത ആ സെയിം കളർ ഉപയോഗിച്ചിട്ട് താഴെ നമ്മളെ കണ്ണിൻ്റെ താഴെയുള്ള ലാഷ് ലൈനിൽ ഒരു ഫ്ലാറ്റ്, നേരത്തെ ഉപയോഗിച്ച വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫ്ലാറ്റ് ഐ ഷാഡോ ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യാണ്. കാജലില്ലാണ്ട് എങ്ങനെയല്ലേ നമ്മുടെ ഫെസ്റ്റീവ് മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡേൻ്റെ മാഗ്നറ്റിക് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള കാജലാണ്. ഇതൊരു ഫെസ്റ്റീവ് ഒക്കേഷൻ ആയതുകൊണ്ട് ഒരു വിങ്ഡ് ഐലൈനർ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫെൽറ്റിപ്പുള്ള ഒരു ഐലൈനറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് പെൻസിൽ പിടിക്കുന്ന മാതിരി പിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു വിങ്ഡ് ഐലൈനർ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആ ഫെസ്റ്റീവ് ലുക്ക് ഒന്നും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിച്ച മേബിലിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ ഇന്നർ കോർണേഴ്സിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഗ്ലോ നമ്മൾ ഇന്നർ ഐസിലും ഉണ്ടാവും. നെക്സ്റ്റ് ആപ്പ് ഇസ് മസ്കാര. മസ്കാര ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ആണ്. ഈ മസ്കാര എന്ന് പറയുന്നത് നമ്മുടെ ഐസിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗി കൊണ്ടുവരുന്നതാണ് മസ്കാര. പ്രത്യേകിച്ചും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 2-3 കോട്ട്സ് ഓഫ് മസ്കാര ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഐ മേക്കപ്പ് ലുക്കിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ബ്ലാൻഡായിട്ട് കിടക്കുന്ന ഫേസിന് കുറച്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് നൈക്കേൻ്റെ ആണ്. നൈക്കേൻ്റെ ബ്ലഷ് ഡുവോ പാലറ്റിൽ മാലിബു ബാർബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് റേഞ്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ബ്ലഷിൻ്റെ ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ബ്ലഷ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്ത സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലഷിൻ്റെ ആപ്ലിക്കേഷൻ കുറേ കൂടെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടും. ലിപ്സ്റ്റിക്കിന് പകരം ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ലെബല്ലോൻ്റെ പോമഗ്രാനൈറ്റ് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലിപ്സ് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, കൂടാതെ ഒരു ബ്യൂട്ടിഫുൾ കളർ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ദീപാവലി ലുക്ക്. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ധാവണിയാണ്. ഇതിൻ്റെ കൂടെ ആക്സസറൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു സെറ്റ് ജുംക്കയും വളയുമാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻസിൽ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ, ലവ് യു ഓൾ, ബൈ ബൈ.